തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. ചുമതലയേറ്റ് ഒരാഴ്ച പൂർത്തിയായിട്ടില്ല. നാളെ ഒരാഴ്ചയാവുള്ളൂ. നാളെ ഉച്ചയ്ക്കാകുമ്പോഴാണുള്ളൂ. ആദ്യം ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ എല്ലാവരും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് കോർപ്പറേഷൻ ക്ഷണമനുസരിച്ച് വന്ന എല്ലാവരെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ചർച്ചയുടെ യോഗം തന്നെയാണ് നമുക്ക് വിളിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല നടത്തിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. മറ്റു പല കാര്യങ്ങളിലും സഹായികളായിട്ടും അതോടൊപ്പം തന്നെ കൗൺസിലർമാരൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ വസ്തുത കൃത്യമായ ബോധ്യത്തോടെയാണ് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി ഭരണസമിതി തയ്യാറായിട്ടുള്ളത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള പോരായ്മയും കൂടാതെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പ് മുൻപൊക്കെ തന്നെ വളരെ നന്നായിട്ട് പൊങ്കാല നടത്തിയുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ എല്ലാ തരത്തിലും ഉള്ളത്. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ആ തയ്യാറെടുപ്പുകളും അതോടൊപ്പം തന്നെ കൂടുതൽ മെച്ചമായി എടുത്തതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് എല്ലാ വർഷത്തെയും പോലെ എല്ലാ വകുപ്പുകളും ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അവരവരുടെ പ്ലാനുകൾ ഉണ്ടാക്കാറുണ്ട്, എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാറുണ്ട്. അതിനുള്ള എസ്റ്റിമേറ്റുകൾ കളക്ടറേറ്റിൽ കൊടുത്തുകൊണ്ട് ഫണ്ട് റിക്വസിഷൻ വാങ്ങിയെടുത്ത് മുൻകൂട്ടി തന്നെ AS വാങ്ങി ടെൻഡർ ചെയ്ത് നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഓരോ വകുപ്പുകളെയും വിളിക്കാം, അതനുസരിച്ചിട്ട് അവരവരുടെ പ്ലാനുകൾ പറഞ്ഞു പോകേണ്ടതാണ്. ആദ്യമായി നമുക്ക് ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ആറ്റുകാൽ ഭാഗത്ത് ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കേൾക്കാം.